കേശവ് ബലറാം ഹെഡ്ഗേവാർ എന്ന ക്രാന്തദർശി രൂപം കൊടുത്ത പ്രസ്ഥാനത്തിനെ ഭാരതമെമ്പാടും പ്രചരിപ്പിക്കാൻ 3 പതിറ്റാണ്ട് യത്നിച്ച ഗുരുജിയുടെ സ്മാരകവും ആ ജ്വലിക്കുന്ന അഗ്നിയുടെ രൂപത്തിലുള്ള സ്മാരകവും നാം കണ്ടു. ഈ മന്ദിരത്തിലേക്കാണ്, ഈ നഗരത്തിലേക്കാണ് ഇന്ന് പ്രധാനമന്ത്രി കടന്നു വരുന്നത്. ഒപ്പം തന്നെ നാഗ്പൂരിൻ്റെ 2 പ്രിയപുത്രന്മാരും അദ്ദേഹത്തിനൊപ്പം ഉണ്ട്, ദേവേന്ദ്ര ഫട്നാവിസും നിതിൻ ഗഡ്കരിയും. ജിഷ്ണു, തീർച്ചയായും പ്രദീപുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച്, സ്വയം സേവകരെ സംബന്ധിച്ചൊപ്പം ഭാരതത്തെ സംബന്ധിച്ചും നിർണായകമായ, ഏറെ സന്തോഷം നൽകുന്ന ദിനത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സ്വയം ശാഖയിലൂടെയാണ് സംഘപ്രവർത്തനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്, സമാജ സേവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ വളർച്ച നമുക്ക് മുൻപിലുള്ളതാണ്. അത്തരത്തിൽ പ്രധാനമന്ത്രിയായി എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം സംഘത്തിന്റെ കേന്ദ്ര കാര്യാലയത്തിലേക്ക്, നാഗ്പൂരിൽ റേഷ്യം ഭാഗിലെയും കേന്ദ്ര കാര്യാലയത്തിലേക്ക്, അവിടെ സംഘത്തിന്റെ സ്ഥാപകൻ പ്രഥമ സർസംഘചാലക് ഡോക്ടർ ജിയുടെയും ഒപ്പം ഗുരുജിയുടെയും, 2ാമത്തെ സർസംഘചാലക് ഗുരുജിയുടെയും സ്മൃതിയിൽ ആദരാഞ്ജലികൾ അല്ലെങ്കിൽ ഓർമ്മകൾ അർപ്പിച്ചുകൊണ്ടാണ് നാഗ്പൂരിലെ സന്ദർശനം തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായും പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി നാഗ്പൂരിലെ RSS ആസ്ഥാനത്തേക്ക് എത്തുന്നത്. അതിൽ വലിയ രീതിയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്, കൂടാതെ നാഗ്പൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം എത്തിയിരുന്നു. ലോക നേതാക്കളിൽ പകരം വെക്കാനില്ലാത്ത ഒരാളായി മാറിയ ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സംഘ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ സംഘത്തിന്റെ കേന്ദ്ര കാര്യാലയത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തിന് കരുത്തായത് അല്ലെങ്കിൽ അദ്ദേഹത്തെ വളർത്തിയത് സംഘവും സംഘത്തിന്റെ ശാഖയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 1959 ഒരു ദീപാവലി ദിനത്തിലാണ് സായം ശാഖയിലേക്ക്, സംഘത്തിന്റെ കളത്തിലേക്ക് താൻ എത്തുന്നത് എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരത്തെ അദ്ദേഹത്തിന്റെ നിരവധി അഭിമുഖങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നീടുള്ള 8 വർഷം താൻ സായം ശാഖയിൽ തുടർച്ചയായി പൊക്കൊണ്ടിരുന്നു. ആ 8 വർഷമാണ് താൻ എന്ന വ്യക്തിയെ വളർത്തിയത്, തന്റെ വ്യക്തിത്വത്തിന് അടിത്തറ പാകിയതായ 8 വർഷമാണ് എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിരുന്നു. 1970-ലാണ് രാജ്യം തന്നെ തന്റെ കുടുംബമാണ്, രാജ്യം മുഴുവൻ തന്റെ കുടുംബമാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട് RSS പ്രചാരകനായി സമാജ സേവനത്തിന് വേണ്ടി നരേന്ദ്രമോദി ഇറങ്ങുന്നത്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വളർച്ച നമുക്ക് മുൻപിലുള്ളതാണ്. ഗുജറാത്തിന്റെ സംഘടനാ ചുമതലകളിലേക്ക്, പിന്നീട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി രാജ്യത്തിന്റെ ഭാരതത്തെ നയിക്കാൻ 2014 പ്രധാനമന്ത്രിയായും അദ്ദേഹം എത്തുന്നു. ഇന്നിപ്പോൾ നാഗ്പൂരിലേക്ക് പ്രധാനമന്ത്രി വീണ്ടും എത്തുമ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുൻപ് സ്വയം സേവകനായി നിരവധി തവണ കടന്നു ചെന്നിട്ടുള്ള വേദിയിലേക്കും കടന്നു ചെന്നിട്ടുള്ള സംഘത്തിന്റെ കാര്യാലയത്തിലേക്കും ഡോക്ടർ ജിയുടെ സ്മൃതി മണ്ഡപത്തിലേക്കുമാണ് ഇന്ന് ലോകത്ത് മറ്റാർക്കും പകരം വെക്കാനില്ലാത്തൊരു നേതാവായി മാറിയ ശേഷം നരേന്ദ്രമോദി എത്തിയിട്ടുള്ളത്. 9 മണിയോടുകൂടി നാഗ്പൂരിൽ കാര്യാലയത്തിലേക്ക് എത്തിയിട്ടുള്ള നരേന്ദ്രമോദിയെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതും കൂടാതെ സർക്കാർ ദത്താത്രേയ സഫളയും ഉൾപ്പെടെയുള്ള സംഘത്തിന്റെയും അഖില ഭാരതീയ അധികാരികളാണ് കാര്യാലയത്തിൽ അദ്ദേഹത്തെ വരവേറ്റത്. അദ്ദേഹത്തിനൊപ്പം ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയും കൂടാതെ നാഗ്പൂരിൽ നിന്നുള്ള MP-യും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള നിതിൻ ഗഡ്കരിയും ഉണ്ടായിരുന്നു. സംഘത്തിന്റെ സ്ഥാപകർ എന്താണോ സമാജത്തിന് മുൻപോട്ട് പോകാൻ, ഈ ഭാരതത്തെ എങ്ങനെ ഒരുക്കണം എന്നുള്ള ദീർഘദൃഷ്ടിയോടുകൂടി സംഘം സ്ഥാപിക്കുകയും അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഴുവൻ സമയ പ്രവർത്തകൻ പ്രചാരകഷിപ്പ് എന്നുള്ള പദ്ധതി തുടങ്ങുകയും വ്യക്തി നിർമ്മാണത്തിലൂടെ മാത്രമേ സമാജത്തിനെയും രാഷ്ട്രത്തെയും പുനർനിർമ്മിക്കാനാകൂ എന്ന വ്യക്തമായ ആശയം മുൻപോട്ട് വെച്ചുകൊണ്ട് മറ്റൊരു പ്രവർത്തന പദ്ധതിയുമല്ലാതെ വ്യക്തി നിർമ്മാണം, ഓരോ വ്യക്തിയെയും മുൻപോട്ട് നയിക്കുന്നതിന് സമാജത്തിന് ഉതകുന്ന രീതിയിൽ വ്യക്തി നിർമ്മാണം നടത്തുകയും അതിലൂടെ സമാജത്തെയും രാഷ്ട്രത്തെയും പുനർനിർമ്മിക്കാൻ സാധിക്കൂ എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി സംഘത്തിന് രൂപം നൽകിയിട്ടുള്ള 1925 വിജയദശമി ദിനത്തിൽ സംഘത്തിന് രൂപം നൽകിയിട്ടുള്ള ഡോക്ടർ ജിയുടെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയുണ്ടായി. അതിന് തൊട്ടു മുൻപിലാണ് നേരത്തെ പ്രദീപുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ ഡോക്ടർ ജി സംഘം സ്ഥാപിച്ചെങ്കിൽ അത് രാജ്യം മുഴുവൻ പടർത്തിയ ഒരു അഗ്നിയായി മാറ്റിയത് ഗുരുജിയാണ്. സംഘത്തിന്റെ 2ാമത്തെ സർസംഘചാലക്. ആ ഗുരുജിയുടെ സ്മൃതി കുടീരം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് തനിക്കൊരിക്കലും ഒരു സ്മൃതി കുടീരം ഒരുക്കരുത്, പക്ഷെ തന്റെ അന്ത്യ കർമ്മങ്ങൾ നടക്കേണ്ടത് ഡോക്ടർ ജിയുടെ സ്മൃതി മണ്ഡപത്തിന് സമീപമായിരിക്കണം. കാരണം സംഘം ഒരിക്കലും വ്യക്തി പൂജകൾ നടത്തുകയോ വ്യക്തി ആരാധന നടത്തുകയോ ചെയ്യരുത് എന്ന് സംഘ സ്ഥാപകൻ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട്
തനിക്ക് ഒരിക്കലും ഒരു വ്യക്തി ഒരു സ്മൃതി കുടീരം പണിയരുത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയത് ഗുരുജി തന്നെയായിരുന്നു. പക്ഷേ ഡോക്ടർ ജിയുടെ സ്മൃതി മണ്ഡപത്തിന് തൊട്ടു മുൻപിലായി ഇപ്പോഴും അണയാതെ നിൽക്കുന്ന അഗ്നിനാളമായി ഗുരുജിയുണ്ട്. ആ ഡോക്ടർ ജിയുടെയും ഗുരുജിയുടെയും സ്മൃതി ഓർമ്മകൾക്ക് മുൻപിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നാഗ്പൂർ സന്ദർശനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം പോയിട്ടുള്ളത് ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം തന്റെ അനുയായികളോടൊപ്പം വന്നുകൊണ്ട് ബുദ്ധമതം സ്വീകരിച്ചിട്ടുള്ള ദീക്ഷാഭൂമിയിലേക്കാണ്. അവിടെയും അദ്ദേഹം പുഷ്പങ്ങൾ അർപ്പിച്ചു. ഇന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടനയെ സംരക്ഷകരെന്ന വേഷം കെട്ടിക്കൊണ്ട് ഈ രാജ്യത്ത് പ്രസംഗിച്ച് നടക്കുന്നവരെക്കാൾ ഉപരി എന്തൊക്കെയാണോ BR അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ ശില്പികൾ മുൻപോട്ട് വെച്ച നയങ്ങൾ, എങ്ങനെയാകണം ഭാരതം മുൻപോട്ട് പോകേണ്ടതെന്ന് വളരെ കൃത്യമായി വളരെ ദീർഘദൃഷ്ടിയോടുകൂടി പറഞ്ഞു വെച്ച മഹാത്മാക്കളിൽ ഒരാളാണ് BR അംബേദ്കർ.